Dear students, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1-ലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ്. അതായത് മെമ്മറി സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി സിസ്റ്റം. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കമ്പ്യൂട്ടർ മെമ്മറി സിസ്റ്റത്തിൽ ഉള്ളത്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ കാണാം കുറേ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ലൊക്കേഷനിൽ തന്നെ ഇൻറ്റേർണൽ, എക്സ്റ്റേർണൽ, കപ്പാസിറ്റി എന്ന് പറയുന്ന നമ്പർ ഓഫ് വേർഡ്സ്, നമ്പർ ഓഫ് ബൈറ്റ്സ്, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫറിൽ വേർഡ്, ബ്ലോക്ക്, ദെൻ ആക്സസ് മെത്തേഡ്സ്, സീക്വൻഷ്യൽ, ഡയറക്റ്റ്, റാൻഡം, അസോസിയേറ്റീവ്, ദെൻ പെർഫോമൻസിൽ ആക്സസ് ടൈം, സൈക്കിൾ ടൈം, ട്രാൻസ്ഫർ റേറ്റ്, ഫിസിക്കൽ ടൈപ്പിൽ സെമികണ്ടക്ടർ, മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, മാഗ്നറ്റോ ഒപ്റ്റിക്കൽ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വോളറ്റൈൽ, നോൺ വോളറ്റൈൽ, ഇറേസിബിൾ, നോൺ ഇറേസിബിൾ, ദെൻ ഓർഗനൈസേഷനിൽ മെമ്മറി മൊഡ്യൂൾസ്. അപ്പം ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കമ്പ്യൂട്ടർ മെമ്മറി സിസ്റ്റത്തിൽ ഉള്ളത്. ഇനി ഓരോ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ലൊക്കേഷൻ. Location refers to whether memory is internal or external to the computer. ലൊക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെമ്മറി ഇൻറ്റേർണൽ ആയിട്ടാണോ അല്ലെങ്കിൽ എക്സ്റ്റേർണൽ ആയിട്ടാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ലൊക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ മദർ ബോർഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന മെമ്മറി മദർ ബോർഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇൻറ്റേർണൽ മെമ്മറി എന്നാണ്. അപ്പോൾ നമ്മുടെ മദർ ബോർഡിലുള്ള മെമ്മറീനെ പറയുന്നതാണ് ഇൻറ്റേർണൽ മെമ്മറി. അതിന് എക്സാമ്പിൾസ് ആണ് റാം, അതായത് റാൻഡം ആക്സസ് മെമ്മറി, റോം, റീഡ് ഓൺലി മെമ്മറി, ക്യാഷ് മെമ്മറി, രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ ഈ പേരുകളൊക്കെ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. മദർ ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുള്ള മെമ്മറീനെ പറയുന്നതാണ് എന്ത്? ഇൻറ്റേർണൽ മെമ്മറി. അപ്പോൾ എക്സ്റ്റേർണൽ മെമ്മറി എന്തായിരിക്കും? മദർ ബോർഡിന് പുറത്തുള്ളത്. അതായത് എക്സ്റ്റേണൽ മെമ്മറി ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദി മദർ ബോർഡ്. മദർ ബോർഡിന് പുറത്തുള്ളതാണ് ഇത് എക്സ്റ്റേണൽ മെമ്മറി. അതിന് എക്സാമ്പിൾസ് ആണ് ഹാർഡ് ഡിസ്ക്, CD ഡ്രൈവ്, DVD, ദെൻ പെൻ ഡ്രൈവ്. ഇതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ മെമ്മറീസ്. ഇതൊക്കെ നമുക്ക് ഹാർഡ് ഡിസ്കും CD ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. CD, DVD, പെൻ ഡ്രൈവ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് മദർ ബോർഡിൻ്റെ ഉള്ളിലാണ്. അതായത് ആ പിന്നെ CPU-ൻ്റെ ഉള്ളിലാണ് മദർ ബോർഡ് ഉണ്ടാവുക. ആ മദർ ബോർഡിൻ്റെ ഉള്ളിലായിട്ടാണ് എന്തുണ്ടാവുക? റാം, റോം, ക്യാഷ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ പറ്റൂ. ആ CPU ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ മദർ ബോർഡിൽ ഈ ഒരു മെമ്മറീസൊക്കെ കാണാൻ പറ്റും. അപ്പം മദർ ബോർഡിൻ്റെ ഉള്ളിലുള്ളത് ഇൻറ്റേർണൽ മെമ്മറിയും മദർ ബോർഡിൻ്റെ പുറത്തുള്ളത് ഏതാണ്? എക്സ്റ്റേണൽ മെമ്മറിയും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസൊക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് കപ്പാസിറ്റി. ഒരു മെമ്മറീൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ മെമ്മറി. ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയ അതിൻ്റെ എമൗണ്ട്, ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റ, അതിനെയാണ് എന്ത് പറയുന്നത്? കപ്പാസിറ്റി എന്ന് പറയുന്നത്. കപ്പാസിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ മെമ്മറി. ഫോർ ഇൻറ്റേർണൽ മെമ്മറി ദിസ് ഇസ് ടിപ്പിക്കലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബൈറ്റ്സ് ഓർ വേർഡ്സ്. അപ്പോൾ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത് ആക്ച്വലി ഇൻറ്റേർണൽ മെമ്മറി എന്താണ്? കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻറ്റേർണൽ മെമ്മറി എക്സ്പ്രസ് ചെയ്യുന്നത് മെമ്മറീൻ്റെ കപ്പാസിറ്റി നമുക്ക് ബൈറ്റ്സിലോ വേർഡ്സിലോ റെപ്രസെൻറ്റ് ചെയ്യാം. ബൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ്. ഓക്കെ, 1 ബൈറ്റ് ഓർ 8 ബിറ്റ്സ് ആണ്. അല്ലെങ്കിൽ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? 16 ബിറ്റ്സ് ഓഫ് ഡേറ്റേനാണ് വേർഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ മെമ്മറീൻ്റെ കപ്പാസിറ്റി നമ്മൾ എങ്ങനെയാണ് പറയുക? ഇൻറ്റേർണൽ മെമ്മറി പറയുമ്പോൾ നമ്മൾ ബൈറ്റ് ഇത്ര ബൈറ്റാണുള്ളത് അല്ലെങ്കിൽ ഇത്ര വേർഡാണുള്ളത്, ആ രീതിയിലാണ് പറയുക. ഇനി അത് ഇവിടെ പറയുന്നുണ്ട് കോമൺ വേർഡ് ലെങ്ത് ഏതൊക്കെയാണ് ഉണ്ടാവുക? 8, 16, 32 ബിറ്റ്സ്. ഇതാണ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആയിരിക്കും. വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? 16, 32. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി എക്സ്റ്റേണൽ മെമ്മറി കപ്പാസിറ്റി ഇസ് ടിപ്പിക്കലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബൈറ്റ്സ്. എക്സ്റ്റേണൽ മെമ്മറിയും എന്താണ്? ബൈറ്റ്സിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. എക്സ്റ്റേണൽ മെമ്മറി ഹാർഡ് ഡിസ്ക്, അത് നമുക്ക് കുറേ ഹാർഡ് ഡിസ്കിനൊക്കെ സാധാരണ നന്നായിട്ട് കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ? കപ്പാസിറ്റി 500 GB അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? GB യിലൊക്കെയാണ് നമ്മൾ പറയാം.
അപ്പോൾ അത് ഹൈ കപ്പാസിറ്റി ആയിരിക്കും എന്തിനുണ്ടാവുക, എക്സ്റ്റേണൽ മെമ്മറീസിന് ഉണ്ടാവുക. ഇൻറ്റേർണൽ മെമ്മറീസിന് സാധാരണ ലോ കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാവുക. അടുത്തത് യൂണിറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ. യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. For main memory, this is the number of bits read out of or written into the memory at a time. ഒരു പർട്ടിക്കുലർ ടൈമിൽ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് എടുക്കുന്നതോ ആയിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ മെയിൻ മെമ്മറി ദിസ് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് read out of or written into the memory at a time. ഒരു പർട്ടിക്കുലർ ടൈമിൽ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സ്. ഓക്കെ, ആ ഒരു യൂണിറ്റിനെ പറയുന്നതാണ് എന്ത്, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇനി വേർഡ്, ദ നാച്ചുറൽ യൂണിറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് മെമ്മറി. നമ്മൾ മെമ്മറിയെ വേർഡായിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. മെമ്മറിയിൽ നമുക്കറിയാം ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷൻസിനെ നമ്മൾ വേർഡായിട്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ദ സൈസ് ഓഫ് വേർഡ് ഇസ് ടിപ്പിക്കലി ഈക്വൽ ടു ദി നമ്പർ ഓഫ് ബിറ്റ്സ് ഈക്വൽ ടു bits used to represent an integer or to instruction and to the instruction length. അപ്പോൾ ദ സൈസ് ഓഫ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്, വേർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടിപ്പിക്കലി ഈക്വൽ ടു ദി നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ടു റെപ്രസെൻറ്റ് ആൻ ഇൻറ്റിജർ. ഒരു ഇൻറ്റിജർ റെപ്രസെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന നമ്പർ ഓഫ് ബിറ്റ്സ്, അല്ലെങ്കിൽ എന്താണ്, അതായത് ഇൻറ്റിജർ റെപ്രസെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ലെങ്ത്ത് മുതൽ ഒരു ഇൻസ്ട്രക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന അത്രയും ലെങ്ത്ത് വരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിറ്റ്സ്. അല്ലെങ്കിൽ എന്താണ്, ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് നമുക്ക് എന്തറിയാം, ഒരു ഇൻറ്റിജറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് കുറഞ്ഞ ബിറ്റ്സ് മതി. പക്ഷേ ഒരു ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ബിറ്റ്സ് വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ സൈസ് ഓഫ് വേർഡ് ആയിട്ടാണ് പറയുക. അത് ചിലപ്പോൾ ഒരു ഇൻറ്റിജറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 8 ബിറ്റ്സ് മതിയാവും. പക്ഷേ ഒരു ഇൻസ്ട്രക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 16 ബിറ്റ്സ് വേണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു വേർഡ് എന്നാണ് പറയാം. ആ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത്ത് ഒരു വേർഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 2 ബൈറ്റ്സ്, വൺ വേർഡ് അല്ലെങ്കിൽ 2 ബൈറ്റ്സ് എന്ന് പറയും. 16 ബിറ്റ്സ് ആണ് ഒരു വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡ്രസ്സിബിൾ യൂണിറ്റ്സ് എന്നാൽ എന്താണെന്ന് നോക്കാം. ദി അഡ്രസ്സിബിൾ യൂണിറ്റ് ഇസ് ദ വേർഡ് ഓർ ബൈറ്റ്. ഓക്കെ, അഡ്രസ്സിബിൾ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐദർ ഇറ്റ് വിൽ ബി എ വേർഡ് ഓർ ബൈറ്റ്. വേർഡ് അല്ലെങ്കിൽ ബൈറ്റ് ആണ്. നമ്മൾ പറഞ്ഞു മെമ്മറീനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മെമ്മറീനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് വേർഡായിട്ടാണ് അല്ലേ. അപ്പോൾ അഡ്രസ്സിബിൾ യൂണിറ്റ് എന്ത് പറയുന്നത്, വേർഡ്. ഓക്കെ, ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ലെങ്ത് ഇൻ ബിറ്റ്സ് എ ഓഫ് ആൻ അഡ്രസ് ആൻഡ് ദി നമ്പർ n ഓഫ് ദി അഡ്രസ്സിബിൾ യൂണിറ്റ്സ് ഈസ് 2 raised to a is equal to n. 2 raised to a is equal to n. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു n ബിറ്റ്സ് ഉണ്ട്, അതായത് a ബിറ്റ്സ്, നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ എത്ര ബിറ്റ്സ് ഉണ്ട്, a ബിറ്റ്സ്. സപ്പോസ് ഇറ്റ് ഈസ് 3 ബിറ്റ്സ് ആണുള്ളെങ്കിൽ ആൻഡ് അഡ്രസ്സിൽ, അതായത് നമ്മുടെ കയ്യിലുള്ള അഡ്രസ്സിൽ എത്ര ബിറ്റ്സ് ഉണ്ട്, 3 ബിറ്റ്സ് ഉണ്ട്. ഈ എക്ക് പകരം 3 ഇട്ട് കൊടുക്കുക. 3 ബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് അഡ്രസ്സിബിൾ യൂണിറ്റ്സ് ഉണ്ടാവും, 2 raised to a. ദാറ്റ് ഈസ് 2 raised to a is equal to 8 അല്ലേ. 2 raised to a നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ 2 raised to 3 is equal to 8. അതാണ് ഈ റിലേഷൻ. നമ്മൾ നമുക്ക് അഡ്രസ്സിലുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് a ആണെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ്സ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും, n യൂണിറ്റ്സ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതായത് 2 raised to a is equal to n. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞതിന് 3 a is equal to 3 ആണ്. a എന്ന് പറയുന്നത് 3 ആണെങ്കിൽ a is equal to 3. ഓക്കെ, അപ്പം 2 raised to a എങ്ങനെയായിരിക്കും വരിക, 2 raised to 3 is equal to 8. നമുക്ക് 8 ലൊക്കേഷൻസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ 3 ബിറ്റ്സ് ആണുള്ളത്. എനിക്ക് ഒരു 3 ബിറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് എത്ര ലൊക്കേഷൻസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും നോക്കാം. 3 ബിറ്റ്സ് ആണുള്ളത്. ഇത് മെമ്മറി ലൊക്കേഷൻ, അതിൻ്റെ അഡ്രസ്സ്
000. ഫസ്റ്റിലെ അഡ്രസ്സ് എന്തായിരിക്കും? 000 ആയിരിക്കും. പിന്നെ ലൊക്കേഷൻസ് ഓരോന്നായിരിക്കും. അടുത്ത ലൊക്കേഷൻ 001, അടുത്ത ലൊക്കേഷൻ 010, അടുത്ത് 011, പിന്നെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് 100. അടുത്ത അഡ്രസ്സ് 101, 110, പിന്നെ 111. അപ്പോൾ എനിക്കിങ്ങനെ 8 ലൊക്കേഷൻസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ 3 അഡ്രസ് ബിറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് 8 ലൊക്കേഷൻസ് ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത്ര ബിറ്റ്സ് കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്, മെത്തേഡ് ഓഫ് ആക്സസിങ്. ഏത് രീതിയിലാണ് നമ്മൾ മെമ്മറിയെ ആക്സസ് ചെയ്യുന്നത്, അതാണ് മെത്തേഡ് ഓഫ് ആക്സസിങ് എന്ന് പറയുന്നത്. ഏത് രീതിയിൽ നിന്നാണ് നമ്മൾ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കുന്നത്, അതാണ് മെത്തേഡ് ഓഫ് ആക്സസിങ്. അപ്പോൾ നമുക്ക് മെത്തേഡ് ഓഫ് ആക്സസിങ്ങിൽ വരുന്നത് ഒന്ന് സീക്വൻഷ്യൽ ആക്സസും ഒന്ന് റാൻഡം ആക്സസും ആണുള്ളത്. അതിൽ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത് മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു യൂണിറ്റ്സ് ഓഫ് ഡേറ്റ കോൾഡ് റെക്കോർഡ്സ്. നമ്മൾ മെമ്മറിയിൽ ഡാറ്റ എങ്ങനെയാണ്, യൂണിറ്റ്സ് ഓഫ് ഡേറ്റ എങ്ങനെയാണ് റെക്കോർഡായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഇനി ആക്സസ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ എ സ്പെസിഫിക് ലീനിയർ സീക്വൻസ്. ഈ സീക്വൻഷ്യൽ മെത്തേഡിൽ നമ്മൾ ഒരു ഡാറ്റ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സീക്വൻഷ്യൽ, അതായത് ഒരു ഡാറ്റ ആക്സസ് ചെയ്തതിന് ശേഷം മറ്റൊന്ന്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടോ, ഇത് ഓരോരോ ഡാറ്റ ഞാൻ വിചാരിച്ചു, ഓരോ റെക്കോർഡ്, ഓരോ 1 2 3 4 അങ്ങനെയാണ് നമ്മളെ റെക്കോർഡ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് ലീനിയർ സീക്വൻസിലാണെങ്കിൽ എങ്ങനെയാണ്, സീക്വൻഷ്യൽ ആക്സസിൽ ആദ്യത്തെ റെക്കോർഡ് ആക്സസ് ചെയ്തു, അതിനുശേഷം രണ്ടാമത്തെ ആക്സസ് ചെയ്തു, അതിനുശേഷം മൂന്നാമത്തെ ആക്സസ് ചെയ്തു, അങ്ങനെ. അതിന് ഒരു എക്സാമ്പിളാണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കാസറ്റ് അല്ലേ, കാസറ്റിലായിരുന്നു നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, പ്ലെയർ ഉണ്ടായിരുന്നു, കാസറ്റ് പ്ലെയറൊക്കെ. അപ്പോൾ അതിൽ ഇന്നത്തെ പോലെ CD അല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കാസറ്റ് പ്ലെയർ കാസറ്റ് യൂസ് ചെയ്ത സമയത്ത് നമുക്കിപ്പം അതിലൊരു 10 പാട്ടുകളുണ്ട് എന്ന് വിചാരിക്കുക. 10 പാട്ടുകളിൽ നിന്ന് നമുക്ക് വേണ്ടത് ഒരു 5ാമത്തെ പാട്ടാണെങ്കിൽ നമ്മൾ ഈ കാസറ്റ് ഇൻസേർട്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ആദ്യം വരുന്ന ആദ്യത്തെ പാട്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ആദ്യത്തെ പാട്ട് കേട്ട് 2ാമത്തെ പാട്ട് കേട്ട് എന്നെങ്കിലും മാത്രമേ നമുക്ക് 5ാമത്തെ പാട്ട് കേൾക്കാൻ പറ്റൂ. നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എല്ലാം കേൾക്കുക എന്നല്ല, ആദ്യത്തെ പാട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഫാസ്റ്റ് അടിക്കും. പിന്നെ 2ാമത്തെ പാട്ടായിരിക്കും വരിക, അത് നമുക്ക് കേൾക്കേണ്ടത് നമുക്കത് ഫാസ്റ്റ് അടിച്ചാൽ മതി. പിന്നെ 3ാമത്തെ പാട്ട് കേൾക്കണം. അങ്ങനെ നമ്മൾ 5ാമത്തെ പാട്ട് കേൾക്കുകയാണ് ചെയ്യുക. അതാണ് ലീനിയർ അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ് ലീനിയർ സീക്വൻസ്. അതായത് ഫസ്റ്റ് റെക്കോർഡ് ആക്സസ് ചെയ്യും, അതിനുശേഷം അടുത്തത്, അപ്പോൾ അങ്ങനെ ഒന്നിന് ശേഷം അടുത്തത് അങ്ങനെയാണ് എന്ത് പറയുന്നത്, ലീനിയർ സീക്വൻസിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡാറ്റ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5th ഡാറ്റ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഡാറ്റ വിസിറ്റ് ചെയ്യുക, അതിനുശേഷം അടുത്ത ഡാറ്റ വിസിറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ 5th ഡാറ്റ കിട്ടും. നമുക്ക് അല്ലാതെ CD-യിലുള്ള പോലെ ഡയറക്റ്റ് 5th പ്ലേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ വൺ ആഫ്റ്റർ ദി അതർ. അങ്ങനെയാണ് സീക്വൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു യൂണിറ്റ്സ് ഓഫ് ഡേറ്റ കോൾഡ് റെക്കോർഡ്സ്. ആക്സസ് മസ്റ്റ് ബി മെയ്ഡ് ഇൻ എ സ്പെസിഫിക് ലീനിയർ സീക്വൻസ്. ലീനിയർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം ഒന്ന് എന്നുള്ള രീതിയിൽ. അതിന് എക്സാമ്പിളാണ് മാഗ്നറ്റിക് ടേപ്പ്. ഇനി അടുത്തതാണ് റാൻഡം ആക്സസ്. റാൻഡം ആക്സസിന് മറ്റൊരു പേരാണ് ഡയറക്റ്റ് ആക്സസും എന്ന് പറയും. റാൻഡം ആക്സസ് ഓർ ഡയറക്റ്റ് ആക്സസ്. The time to access a given location is independent of the sequence of prior access and is constant.
Any location can be selected at random and directly addressed and accessed. ഓക്കെ, അപ്പോൾ ഇത് റാൻഡം ആക്സസ്, അതായത് സീക്വൻഷ്യൽ ആക്സസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് സി ഡിയിൽ നിന്ന് നമ്മളെങ്ങനെയാണോ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നത്, അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പം റാൻഡം ആക്സസിൽ എങ്ങനെയാണ് വരുന്നത്? റാൻഡം ആക്സസിൽ നമുക്ക് ഏത് ലൊക്കേഷനാണോ വേണ്ടത് ആ ലൊക്കേഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് ഒരു ഫിഫ്ത്ത് ലൊക്കേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പോയി ഫസ്റ്റ് ലൊക്കേഷൻ, സെക്കൻഡ് ലൊക്കേഷൻ അങ്ങനെ ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഫിഫ്ത്ത് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ കാണാം 1 3 7 2 8 ഇങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ്സുള്ളത്. അത് നിങ്ങൾക്ക് 1 ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 1 ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2ന്ന് എഗെയിൻ ഇങ്ങോട്ട് വരാം. എഗെയിൻ എന്ത് ചെയ്യാം, ഇവിടുന്ന് റെക്കോർഡ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4th റെക്കോർഡ് ആക്സസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 5th റെക്കോർഡ് ആക്സസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ട് 6th റെക്കോർഡ് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. 6th റെക്കോർഡിന് ശേഷം നിങ്ങൾക്ക് 2ലേക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, 7th റെക്കോർഡ് ആക്സസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് റെക്കോർഡ് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ അതിന് എന്ത് വേണ്ട, ആദ്യത്തെ റെക്കോർഡ് വിസിറ്റ് ചെയ്ത് രണ്ടാമത്തെ വിസിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി യു ക്യാൻ ഫെച്ച് ദാറ്റ് പർട്ടിക്കുലർ റെക്കോർഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ദ ടൈം ടു ആക്സസ് എ ഗിവൺ ലൊക്കേഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സീക്വൻസ് ഓഫ് പ്രയർ ആക്സസസ് ആൻഡ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് റെക്കോർഡ് ആക്സസ് ചെയ്യാനും ഒരു കോൺസ്റ്റൻറ്റ് ടൈമാണ് ഇതിലുള്ളത്. ഓക്കെ, നിങ്ങൾക്കിപ്പം ഫസ്റ്റ് റെക്കോർഡ് ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സമയവും ലാസ്റ്റ് റെക്കോർഡ് ആക്സസ് എടുക്കാനുള്ള സമയം ഇതിൽ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അത് നമ്മുടെ പ്രീവിയസ് ആക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രീവിയസിൽ നിങ്ങൾ ഏത് റെക്കോർഡ് ആക്സസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ലൊക്കേഷൻ എവിടെയാണ്, അതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ആ ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങൾ ഏത് റെക്കോർഡാണോ പ്രീവിയസ് ആയിട്ട് ആക്സസ് ചെയ്തിട്ടുള്ളത് അതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. The time to access a given location is independent of the sequence of prior access. Prior access എന്ന് പറഞ്ഞാൽ മുന്നേയുള്ള ആക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇസ് കോൺസ്റ്റൻറ്റ്. ആ ടൈം എന്തായിരിക്കും, ഏത് റെക്കോർഡ് ആക്സസ് ചെയ്യാനാണെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ടൈം ആയിരിക്കും ഉണ്ടാവുക. Any location can be selected at random and directly addressed and accessed. ഏത് ലൊക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റും. അതിന് എക്സാമ്പിളാണ് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പെർഫോമൻസ്. ഓക്കെ, 3 പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ആർ, നമുക്ക് 3 പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ആക്സസ് ടൈം, അതിന് ലാറ്റൻസി എന്ന് പറയുന്നുണ്ട്. ദെൻ മെമ്മറി സൈക്കിൾ ടൈം, ദെൻ ട്രാൻസ്ഫർ റേറ്റ്. ഇങ്ങനെ 3 പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആക്സസ് ടൈം. ആക്സസ് ടൈം എന്താണെന്ന്, ഇറ്റ് ഈസ് ദ ടൈം ഇറ്റ് ടേക്സ് ടു പെർഫോം എ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. ഒരു റീഡ് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു റൈറ്റ് ഓപ്പറേഷനോ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം, അതിനാണ് എന്ത് പറയുന്നത്, ആക്സസ് ടൈം എന്ന് പറയുന്നത്. ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഇത് ആക്സസ് ടൈം. അതിനല്ലെങ്കിൽ വേറെ മറ്റൊരു പേരാണ് ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെമ്മറി സൈക്കിൾ ടൈം. മെമ്മറി സൈക്കിൾ ടൈം എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ആക്സസ് ടൈം പ്ലസ് എനി അഡീഷണൽ ടൈം റിക്വയർഡ് ബിഫോർ എ സെക്കൻഡ് ആക്സസ്. രണ്ട് ആക്സസുകൾ തമ്മിലുള്ള ഇടയിലുള്ള ആ ഒരു ടൈമിനെ പറയുന്നതാണ് എന്ത്, മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തൊക്കെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആക്സസ് ടൈം പ്ലസ് ആക്സസ് ടൈം കൂടെ. ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെമ്മറി റീഡ് ഓർ മെമ്മറി റൈറ്റ് പെർഫോം ചെയ്യാൻ എടുക്കുന്ന ടൈം. അത് കൂടാതെ അത് പ്ലസ് എനി അഡീഷണൽ ടൈം റിക്വയർഡ് ബിഫോർ എ സെക്കൻഡ് ആക്സസ്. രണ്ടാമതൊരു ആക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു ടൈം അഡീഷണൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് ഇത് മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ആക്സസ് ടൈം പ്ലസ് എനി അഡീഷണൽ ടൈം റിക്വയർഡ് ബിഫോർ എ സെക്കൻഡ് ആക്സസ്. ഇനി ട്രാൻസ്ഫർ റേറ്റ് എന്താണെന്നുള്ളത്, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷനിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് പറയുന്നത് എന്ത്, യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇനി ട്രാൻസ്ഫർ റേറ്റ് എന്താണെന്ന് നോക്കാം. ദിസ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് എ മെമ്മറി യൂണിറ്റ്. അപ്പോൾ ഒരു മെമ്മറി യൂണിറ്റിൽ നിന്ന്
ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ടൈം, റേറ്റ്. ഓക്കെ, ഒരു യൂണിറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമിനെ പറയുന്നതാണ് എന്ത്? ട്രാൻസ്ഫർ റേറ്റ് എന്ന്. ദിസ് ഇസ് ദ റേറ്റ് at which data can be transferred into or out of a memory unit. Into memory എന്ന് പറയുമ്പോൾ റൈറ്റ് ഓപ്പറേഷൻ ആണ്. ഔട്ട് ഓഫ് മെമ്മറി എന്ന് പറയുമ്പോൾ റീഡ് ഓപ്പറേഷൻ. അതായത് ഇവിടെയും റൈറ്റ് ഓപ്പറേഷനും റീഡ് ഓപ്പറേഷനും ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമിനെ പറയുന്നതാണ് എന്ത്? ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റാൻഡം ആക്സസിൻ്റെ കേസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 പെർ സൈക്കിൾ ടൈം. ഒരു യൂണിറ്റ് ആയിരിക്കും. റാൻഡം ആക്സസിൽ നമ്മൾ പറഞ്ഞു ഏത് റെക്കോർഡ് ആക്സസ് ചെയ്യാനും നമുക്ക് കോൺസ്റ്റൻറ്റ് ടൈമാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോൺ റാൻഡം ആക്സസ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആക്സസിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. അതൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇക്വേഷൻ ഇതാണ്. ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു ടി എൻ ഇസ് ഈക്വൽ ടു ടി എ പ്ലസ് എൻ ബൈ ആർ. ഇതാണ് ആ ഇക്വേഷൻ. ടി എൻ ഇസ് ഈക്വൽ ടു ടി എ പ്ലസ് എൻ ബൈ ആർ. ഇനി ഇതിൽ ഓരോ പാരാമീറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ടി എൻ എന്ന് പറയുന്നത് ആവറേജ് ടൈം ടു റീഡ് ഓർ റൈറ്റ് എൻ ബിറ്റ്സ്. ഒരു എൻ ബിറ്റ്സ് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ എടുക്കുന്ന ആവറേജ് ടൈം. ടി എ എന്ന് പറയുന്നത് ആവറേജ് ആക്സസ് ടൈം. ദെൻ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ്. ആർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ റേറ്റ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്, BPS, ബിറ്റ്സ് പെർ സെക്കൻഡിലുള്ള ട്രാൻസ്ഫർ റേറ്റ്. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടി എൻ, അതായത് ആവറേജ് ടൈം ടു റീഡ്. ടി എൻ ഇസ് ഈക്വൽ ടു ടി എ പ്ലസ് എൻ ബൈ ആർ. ഓക്കെ, ഇനി ഫിസിക്കൽ ടൈപ്സ്. നമുക്ക് ഇനി മെമ്മറിയെ ഫിസിക്കലി എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഫിസിക്കൽ, അത് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ, എന്തുകൊണ്ടാണ് ഫിസിക്കൽ മെമ്മറി ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്തത്. ഫിസിക്കൽ ടൈപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് സെമി കണ്ടക്ടർ മെമ്മറി. സെമി കണ്ടക്ടർ മെമ്മറി എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മെമ്മറിയാണ് ഇത് സെമി കണ്ടക്ടർ മെമ്മറി. ദ മെയിൻ മെമ്മറി എലമെൻറ്റ്സ് ആർ സെമി കണ്ടക്ടർ ഡിവൈസസ് ദാറ്റ് സ്റ്റോർസ് കോഡ് ആൻഡ് ഇൻഫർമേഷൻ. നമുക്കറിയാം കോഡും ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മെയിൻ മെമ്മറിയിലായിരിക്കും. ആ മെയിൻ മെമ്മറി ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? സെമി കണ്ടക്ടർ മെമ്മറി എന്ന് പറയുന്നു. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഇത് SRAM, സ്റ്റാറ്റിക് റാം, DRAM, ഡൈനാമിക് റാം, ROM, റീഡ് ഓൺലി മെമ്മറി, PROM എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, EPROM, ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, EEPROM എന്താണ്? ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾസ് പഠിച്ചു. സെമി കണ്ടക്ടർ മെമ്മറീസിന് എക്സാമ്പിളാണ് ഈ പറയുന്നതൊക്കെ. ഇനി അടുത്തതാണ് എന്ത്? മാഗ്നറ്റിക് മെമ്മറി. അപ്പം ആ പേരിൽ തന്നെ ഉണ്ട്, മാഗ്നറ്റിക് ഫോമിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, മാഗ്നറ്റിക് ഫോമിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ മാഗ്നറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ് ഒക്കെ എന്താണ്? മാഗ്നറ്റിക് മെമ്മറിക്ക് എക്സാമ്പിളാണ്. സോ ഇറ്റ് സ്റ്റോർസ് ഡാറ്റ ഇൻ മാഗ്നറ്റിക് ഫോം. ഇനി ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോർസ് ഡാറ്റ ഒപ്റ്റിക്കലായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് യൂസസ് ലേസർ ടു റീഡ് ഓർ റൈറ്റ്. അപ്പം ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും നമ്മൾ ലേസർ ബീംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ലേസർ ബീംസ് വെച്ചിട്ടാണ് ഒപ്റ്റിക്കലിൽ നമ്മൾ റീഡ് ചെയ്യും ഒപ്റ്റിക്കൽ ഡാറ്റ റീഡ് ചെയ്യും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ലേസർ ബീംസ് വെച്ചിട്ടാണ്. ഓക്കെ, അതാണ് ഒപ്റ്റിക്കൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് CD-ROM, DVD, CD റൈറ്റ്, CD റീറൈറ്റ്, റീഡ് ഓർ റൈറ്റ്, റീറൈറ്റബിൾ എന്ന് പറയാം ഇത്. ഇനി മാഗ്നറ്റോ ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ മാഗ്നറ്റിക് മെമ്മറിയും പഠിച്ചു, ഒപ്റ്റിക്കൽ മെമ്മറിയും പഠിച്ചു. അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇത് മാഗ്നറ്റോ ഒപ്റ്റിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസും യൂസ് ചെയ്യും, ഒപ്റ്റിക്കൽ ടെക്നോളജിയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് യൂസസ് ബോത്ത് മാഗ്നറ്റിക് ആൻഡ് ഒപ്റ്റിക്കൽ ടെക്നോളജീസ് ടു റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ, it uses both magnetic and optical technologies to read and write. An example ആണ് MO drives എന്ന് പറഞ്ഞാൽ magneto optical drives, magneto optical drives. ഓക്കെ, ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഫിസിക്കൽ ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഫിസിക്കൽ ടൈപ്സ്? സെമി കണ്ടക്ടർ മെമ്മറി, മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി, മാഗ്നറ്റോ ഒപ്റ്റിക്കൽ മെമ്മറി. അതുപോലെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഇസ് ലോസ്റ്റ് വെൻ ഇലക്ട്രിക്കൽ പവർ ഇസ് സ്വിച്ച്ഡ് ഓഫ്. ഇലക്ട്രിക് പവർ സ്വിച്ച് ഓഫ് ചെയ്താൽ നമ്മൾ സേവ് ചെയ്ത കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ടൈപ്പ് മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് റാം. ഇനി നോൺ വോളറ്റൈൽ എന്താണ്? ആ വോളറ്റൈലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നമ്മൾ പവർ സ്വിച്ച് ഓഫ് ചെയ്താലും നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അത് അവിടെ തന്നെ ഉണ്ടാവും. അതിനാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതാണ് ഇൻഫർമേഷൻ വൺസ് റെക്കോർഡഡ് റിമെയിൻസ് വിത്തൗട്ട് ഡിറ്റീരിയോറേഷൻ അൺടിൽ ഡെലിബറേറ്റ്ലി ചേഞ്ച്ഡ്. നമ്മൾ ഒന്നില്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം. ആ റെക്കോർഡ് ചെയ്ത ഡാറ്റ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചേഞ്ച് ചെയ്യണം. അല്ലാതെ ഒരിക്കലും അത് ചേഞ്ച് ആവില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല. ഓക്കെ. ഇലക്ട്രിക്കൽ പവർ, നോ ഇലക്ട്രിക്കൽ പവർ ഇസ് നീഡഡ് ടു റീറ്റെയിൻ ദി ഇൻഫർമേഷൻ. ആ ഒരു മെമ്മറിയിലുള്ള ഡാറ്റ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇലക്ട്രിക്കൽ പവറിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാതല്ലാതെ ആ പർട്ടിക്കുലർ നോൺ വോളറ്റൈൽ മെമ്മറിയിൽ സേവ് ചെയ്തിട്ടുള്ള സാധനം ഒരിക്കലും നഷ്ടപ്പെടില്ല. അതാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് റോം. ഓക്കെ. ഇനി നോൺ ഇറേസബിൾ മെമ്മറി. ഇനി നോൺ ഇറേസബിൾ മെമ്മറി, ഇറേസ് ചെയ്യാന്ന് നമുക്ക് അത് ഇറേസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ. അപ്പോൾ അതിലെ എക്സാമ്പിൾ ഏതായിരിക്കും? റോം എന്ന എക്സാമ്പിൾ അല്ലേ? നമ്മൾ ചേഞ്ച് ചെയ്യാതെ അത് മാറില്ലെങ്കിൽ റോം ആയിരിക്കും അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ. നോൺ ഇറേസബിൾ മെമ്മറി എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ക്യാൻ നോട്ട് ബി ആൾട്ടേർഡ് എക്സെപ്റ്റ് ബൈ ഡിസ്ട്രോയിങ് ദി സ്റ്റോറേജ് യൂണിറ്റ്. ആ സ്റ്റോറേജ് യൂണിറ്റ് ഡിസ്ട്രോയ് ചെയ്താലല്ലാതെ റോമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് റൂമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇറേസബിൾ മെമ്മറി എന്തായിരിക്കും? നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെമ്മറിയാണ് എന്ത്? ഇറേസബിൾ മെമ്മറി. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി ക്യാൻ ബി ഇറേസ്ഡ്. ഓക്കെ. അതാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് മെമ്മറീനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി ഓർഗനൈസേഷൻ. ബൈ ഓർഗനൈസേഷൻ ഇസ് മെൻറ്റ് ദ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ബിറ്റ്സ് ടു ഫോം വേർഡ്സ്. ബിറ്റ്സിനെ അറേഞ്ച് ചെയ്ത് വേർഡ്സ് ആക്കി മാറ്റുന്ന ആ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റിനെ പറയുന്നതാണ് എന്ത്? ഓർഗനൈസേഷൻ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെമ്മറി ഹൈറാർക്കി. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെമ്മറി ആയിരുന്നു. ഇനി മെമ്മറി ഹൈറാർക്കി. അപ്പോൾ ഇതാണ് മെമ്മറി ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഈ ഫിഗർ വരച്ചെടുക്കണം. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് പല ടൈപ്പ് മെമ്മറിയും ഇവിടെ നിങ്ങൾക്ക് കാണാം. രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, മാഗ്നറ്റിക് ഡിസ്ക്, ദെൻ മാഗ്നറ്റിക് ടേപ്പ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഈ മെമ്മറി ഹൈറാർക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. As one goes down the hierarchy, the following occur. നമ്മൾ ഈ ഒരു ഹൈറാർക്കിയിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ്, ഇൻക്രീസിങ് കപ്പാസിറ്റി, ഇൻക്രീസിങ് ആക്സസ് ടൈം, ഡിക്രീസിങ് ഫ്രീക്വൻസി ഓഫ് ആക്സസ് ഓഫ് ദി മെമ്മറി ബൈ ദി പ്രൊസസ്സർ. ഇത്രയും സംഭവങ്ങളാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ഹൈറാർക്കിയിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നു. ഇനി നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ്, ഇൻക്രീസിങ് കപ്പാസിറ്റി. ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റും ഇൻക്രീസിങ് കപ്പാസിറ്റിയും. നേരത്തെയുള്ള ഫിഗർ തന്നെ എടുത്തു. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് കാണാം രജിസ്റ്റേഴ്സ് വളരെ കുറച്ചല്ലേ ഇവിടെ കാണിക്കുന്നുള്ളൂ. രജിസ്റ്റേഴ്സ് കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ ക്യാഷ്, അതിലും കുറച്ചും കൂടെ മെയിൻ മെമ്മറി, അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാം എന്ത്? മാഗ്നറ്റിക് ഡിസ്ക്. മാഗ്നറ്റിക് ഡിസ്കിനെയും മാഗ്നറ്റിക് ടേപ്പിനെയും നമുക്ക് കമ്പൈൻ ചെയ്ത് എക്സ്റ്റേണൽ മെമ്മറീസ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ആസ് വി മൂവ്സ് ഡൗൺ അല്ലേ, ഗോ
ഫ്രം ടോപ്പ് ടു ഡൗണിൽ പോകുമ്പം നമുക്ക് കപ്പാസിറ്റി എന്താണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഈ ഒരു, ഇതിപ്പം വളരെ കുറച്ച് രജിസ്റ്റേഴ്സേ നമ്മളെ സിസ്റ്റത്തിൽ ഉണ്ടാവുകയുള്ളൂ, വളരെ കുറച്ച് രജിസ്റ്റേഴ്സ്. പക്ഷേ മാഗ്നറ്റിക് ടേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്താ, കപ്പാസിറ്റി കൂടുകയല്ലേ ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് നമ്മളെ കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു സൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം രജിസ്റ്റേഴ്സിൻ്റെ കുറവാണ്, രജിസ്റ്റേഴ്സിൻ്റെ കപ്പാസിറ്റി കുറവാണ്. അതായത് നമുക്ക് കുറച്ച് രജിസ്റ്റേഴ്സേ ഉണ്ടാവും നമ്മുടെ സിസ്റ്റത്തിൽ. സി പി യുവിൽ നമ്മൾ രജിസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇനിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്തായിരിക്കും, കപ്പാസിറ്റി കുറവായിരിക്കും, രജിസ്റ്റേഴ്സിൻ്റെ എണ്ണവും കുറവായിരിക്കും. പക്ഷെ നമുക്ക് ഒരു മാഗ്നറ്റിക് ടേപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് ഡാറ്റ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഇൻക്രീസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നതായിരുന്നു രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ്. ഓക്കെ, അതുപോലെ താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയും. രജിസ്റ്റേഴ്സിന് നമുക്കറിയാം കുറച്ച് എമൗണ്ട് ഓഫ് ഡാറ്റ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും? ഓക്കെ, നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? അത് നമുക്ക് കപ്പാസിറ്റി നോക്കാം. കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എല്ലാ കേസസും പറയുന്നത് നമ്മൾ ഈ ഒരു പിരമിഡിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കപ്പാസിറ്റി ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം രജിസ്റ്റേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ രജിസ്റ്റേഴ്സ് കുറഞ്ഞ രജിസ്റ്റേഴ്സ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് കാണിച്ചത്. ഓക്കെ, അപ്പോൾ കുറഞ്ഞ രജിസ്റ്റേഴ്സേ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറഞ്ഞ രജിസ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഡാറ്റ കപ്പാസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പിരമിഡിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റി കൂടി വരുന്നത് കാണാം. ഓക്കെ, രജിസ്റ്റേഴ്സിനേക്കാളും കുറച്ചും കൂടെ എമൗണ്ട് ഓഫ് ഡാറ്റ എന്തിലുണ്ടാവും, ക്യാഷിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. മെയിൻ മെമ്മറിയിൽ അതിലും കുറച്ചും കൂടെ. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് എക്സ്റ്റേണൽ മെമ്മറീസിലാണ്. അതായത് മാഗ്നറ്റിക് ഡിസ്ക്, ഇതൊക്കെ എക്സ്റ്റേണൽ മെമ്മറിയാണ്. ഈ കാണുന്നതൊക്കെ എക്സ്റ്റേണൽ മെമ്മറി. അപ്പോൾ കപ്പാസിറ്റി എന്താണ് ചെയ്യുന്നത്, മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് കപ്പാസിറ്റി കൂടും. ഓക്കെ, ഇനി ആക്സസ് ടൈമും കൂടുതലായിട്ടാണ് ഉണ്ടാവുക. ആക്സസ് ടൈം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ രജിസ്റ്റേഴ്സും ക്യാഷ് മെമ്മറിയും മെയിൻ മെമ്മറിയും ഒക്കെ നിങ്ങൾക്ക് കാണാം ഇൻബോർഡ് മെമ്മറീസ് എന്ന് കാണാം അല്ലേ. ഇൻബോർഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഇൻറ്റേർണൽ മെമ്മറി, അത് നമ്മളെ ബോർഡിൽ തന്നെ മദർ ബോർഡിൽ തന്നെയുള്ള മെമ്മറീസ് ആണ് ഇത് ഇൻബോർഡ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സി പി യുവിനോട് തൊട്ടടുത്തായിരിക്കും ഈ മെമ്മറീസ് ഒക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ആക്സസ് ടൈം എന്തായിരിക്കും, കുറവായിരിക്കും. സി പി യുടെ തൊട്ടടുത്തിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് അതിന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്സസ് ടൈം കുറവാണ്. പക്ഷേ ഈ ഒരു താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് എന്താണ്, അത് സി പി യുവിൽ നിന്ന് കുറേ ദൂരേക്ക് വരികയാണ് ചെയ്യുന്നത്. സി പി യുവിന് ഇതിൽ നിന്നൊക്കെ എക്സ്റ്റേണൽ മെമ്മറീസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ, അതായത് ഔട്ട്ബോർഡ് സ്റ്റോറേജിൽ നിന്നും ഓഫ്ലൈൻ സ്റ്റോറേജിൽ നിന്നും ഡാറ്റ ആക്സസ് ചെയ്യാൻ ടൈം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ആക്സസ് ടൈം കൂടുന്നത്. ഓക്കെ, അപ്പോൾ പിരമിഡിൽ മുകളിലുള്ള അതായത് രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, ഇവയിൽ നിന്ന് നമുക്ക് ആക്സസ് ടൈം എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ആക്സസ് ടൈം മതി. അതേസമയം എക്സ്റ്റേണൽ മെമ്മറീസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഡിസ്ക്, സി ഡി റോം, സി ഡി റീറൈറ്റ്, അതുപോലെ DVD റീറൈറ്റബിൾ ആയിട്ടുള്ള ഇതിൽ നിന്നൊക്കെ എക്സ്റ്റേണൽ മെമ്മറീസിൽ നിന്നൊക്കെ എന്താണ് ആക്സസ് ടൈം കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ് കോസ്റ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഈ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് കുറവേ ഉണ്ടാവുകയുള്ളൂ. അതായത് രജിസ്റ്റേഴ്സ്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി ഇവയൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെമ്മറീസ് ആണ്. അതേസമയം ഈ എക്സ്റ്റേണൽ മെമ്മറീസ് എന്തായിരിക്കും, കോസ്റ്റ് കുറഞ്ഞ മെമ്മറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പിരമിഡിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒന്നും കൂടെ പറയാം. ആസ് വൺ ഗോസ് ഡൗൺ ദി ഹൈറാർക്കി ദ ഫോളോയിങ് ഒക്കെ ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ.
ഏതിനായിരിക്കും കോസ്റ്റ് കൂടുതലുണ്ടാവുക? നമുക്ക് കോസ്റ്റ് കൂടുതലുണ്ടാവുക രജിസ്റ്റേഴ്സ്, അതായത് ഇൻബോർഡ് മെമ്മറീസിനായിരിക്കും കോസ്റ്റ് പെർ ബിറ്റ് കൂടുതലുണ്ടാവുക. അതേസമയം എക്സ്റ്റേണൽ മെമ്മറീസിന് കോസ്റ്റ് പെർ ബിറ്റ് കുറവായിരിക്കും. ഇനി ഇൻക്രീസിങ് കപ്പാസിറ്റി, അതായത് ഇൻക്രീസിങ് കപ്പാസിറ്റി ഇത് ഫസ്റ്റിൽ ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ് ആണ്. അതായത് താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് കോസ്റ്റ് പെർ ബിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻക്രീസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് കപ്പാസിറ്റി കൂടും. രജിസ്റ്റേഴ്സിലും അതായത് ഇൻബോർഡ് മെമ്മറീസിൽ ഒക്കെ ഇൻബോർഡ് മെമ്മറീസിൻ്റെ കപ്പാസിറ്റിയേക്കാളും കൂടുതലായിരിക്കും എന്ത് ഔട്ട്ബോർഡ് മെമ്മറീസിൻ്റെ കപ്പാസിറ്റി. ഇനി ഇൻക്രീസിങ് ആക്സസ് ടൈം, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്തുകൊണ്ടാണ് ആക്സസ് ടൈമിലുള്ള ചേഞ്ച് വരുന്നതെന്ന്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സി പി യുടെ തൊട്ടടുത്തായിരിക്കും ഇൻബോർഡ് മെമ്മറീസ്, മറ്റേത് സി പി യിൽ നിന്ന് അകലെയായിരിക്കും. സോ ആക്സസ് ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദി പ്ലേസ് വെർ ഇറ്റ് ഈസ് പ്ലേസ്ഡ്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഫ്രീക്വൻസി ഓഫ് ആക്സസ് ഓഫ് ദി മെമ്മറി ബൈ ദി പ്രൊസസ്സർ. ഡിക്രീസിങ് ഫ്രീക്വൻസി ഓഫ് ആക്സസ് ഓഫ് ദി മെമ്മറി ബൈ ദി പ്രൊസസ്സർ, അതായത് പ്രൊസസ്സർ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യുന്നത് അതിനോട് ഏറ്റവും അടുത്തുള്ള മെമ്മറീസിനെയാണ്. അതായത് രജിസ്റ്റേഴ്സിനെ, ക്യാഷ് മെമ്മറി, ദെൻ മെയിൻ മെമ്മറി, ഈ 3 മെമ്മറീസിനെയാണ് സി പി യു ഏറ്റവും കൂടുതലായിട്ട് ആക്സസ് ചെയ്യുന്നുണ്ടാവുക. ബാക്കി എക്സ്റ്റേണൽ മെമ്മറീസിനെ ആക്സസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ അതായത് ഫ്രീക്വൻസി, അതിൻ്റെ ഫ്രീക്വൻസി നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ആക്സസസ് ദി എക്സ്റ്റേണൽ മെമ്മറി വിൽ ബി വെരി ലെസ് കമ്പയർഡ് ടു ദാറ്റ് ഇൻബോർഡ് മെമ്മറീസ്. ഇൻബോർഡ് മെമ്മറീസിനെ ആക്സസ് ചെയ്യുന്ന അത്രയും പ്രാവശ്യം എക്സ്റ്റേണൽ മെമ്മറീസിനെ ആക്സസ് ചെയ്യില്ല സി പി യു. ഓക്കെ, ഇനി ഇൻബോർഡ് മെമ്മറീസ് ഇല്ലാത്ത കാര്യങ്ങൾ സി പി യുവിന് ആവശ്യം വരുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യൂ, എക്സ്റ്റേണൽ മെമ്മറീസിനെ, അതായത് ഔട്ട്ബോർഡ് എക്സ്റ്റേണൽ മെമ്മറീസിനെ ആക്സസ് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ സി പി യു ആക്സസ് ചെയ്യുന്നത് ഇൻബോർഡ് മെമ്മറീസിനെ ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ ഹയറാർക്കിയിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി ഓഫ് ആക്സസ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ആക്സസ്, ആ ഒരു ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ മെമ്മറീസിനെ പറ്റിയും വിശദമായിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ്, fastest and most expensive type of memory consists of the registers internal to the processor. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ടും വളരെ കുറഞ്ഞ കപ്പാസിറ്റി ഉള്ളതും അതും മോർ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെമ്മറിയാണ് ഇത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സ് പ്രൊസസ്സറിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തതാണ് ക്യാഷ് എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ തന്നെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാഷ് ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് സ്മോൾ മെമ്മറി ദാറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ സി പി യു ആൻഡ് ദ മെയിൻ മെമ്മറി. സി പി യുവിൻ്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ഇത് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. Whenever the processor needs a data, cache is checked. If the data is found in the cache, it is returned to the CPU. അപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞു നമ്മൾ എന്താ പറഞ്ഞത്, ഇത് എവിടെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, സി പി യുൻ്റെയും, ഇത് സി പി യു, ഇത് മെയിൻ മെമ്മറി, അതിൻ്റെ ഇടയിലായിട്ടാണ് ക്യാഷ് മെമ്മറി ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, അപ്പോൾ ഈ സി പി യുവിന് ഒരു ഡാറ്റ ആവശ്യം വരുമ്പോൾ സി പി യു ആദ്യം ചെക്ക് ചെയ്യുന്നത് ഏതിലായിരിക്കും, ക്യാഷിലായിരിക്കും ആദ്യം ചെക്ക് ചെയ്യുക. ഇനി ആ ക്യാഷിൽ ആ ഡാറ്റ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇറ്റ് വിൽ റിട്രീവ് ഫ്രം ദാറ്റ് ക്യാഷ്. ആ ഡാറ്റ ക്യാഷ് മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്യും. ഇനി ക്യാഷ് മെമ്മറിയിൽ ഇല്ലാത്ത അപ്പോൾ ആ ഒരു പ്രോസസ്സിന് ഒരു പേരുണ്ട്, ക്യാഷ് ഹിറ്റ് എന്ന് പറഞ്ഞിട്ട്. ക്യാഷിലൊരു ഡാറ്റ സി പി യു കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ക്യാഷ് ഹിറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ക്യാഷ് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി ക്യാഷിൽ സി പി യു സെർച്ച് ചെയ്ത ഡാറ്റ ക്യാഷിൽ അവൈലബിൾ അല്ല എങ്കിൽ എന്ത് ചെയ്യും സി പി യു, ആ സമയത്ത് മാത്രമേ സി പി യു എവിടേക്ക് ആക്സസ് ചെയ്യൂ, ഈ ഒരു മെയിൻ മെമ്മറീനെ ആക്സസ് ചെയ്യൂ. ഓക്കെ, സി പി യുയിൽ ക്യാഷിലെ ഡാറ്റ അവൈലബിൾ അല്ലെങ്കിൽ മാത്രം സി പി യു എന്ത് ചെയ്യും, സി പി യു മെയിൻ മെമ്മറീനെ ഡിപ്പെൻഡ് ചെയ്യും ഫോർ ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
Whenever the processor needs a data, cache is checked. If the data is found in the cache, it is returned to the CPU. If the data is not found in the cache, then the data will be returned from the main memory. അതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. The cache memory is used to reduce the average memory access times. This is done by storing the data that is frequently accessed in the main memory addresses, therefore allowing the CPU to access the data transfer. അപ്പോൾ ക്യാഷ് മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആവറേജ് മെമ്മറി ആക്സസ് ടൈം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ക്യാഷ് ഉപയോഗിക്കുന്നത്. അതായത് സി പി യുവിന് എപ്പോഴും ആവശ്യമാണ് ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്ന ഡാറ്റാസൊക്കെ എവിടെ സേവ് ചെയ്യും? ക്യാഷിൽ സേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ സി പി യുവിന് ഡയറക്റ്റ് ക്യാഷിൽ നിന്ന് പോയിട്ട് ഡാറ്റ എടുത്താൽ മതി. അപ്പോൾ എപ്പോഴും ആവശ്യം വരുന്ന ഡാറ്റ ക്യാഷിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഫ്രീക്വൻ്റ്ലി വേണ്ടാത്ത ഡാറ്റാസൊക്കെ നമ്മൾ മെയിൻ മെമ്മറിയിൽ എപ്പോഴെങ്കിലും മതി എന്നുണ്ടെങ്കിൽ ആ ഡാറ്റാസൊക്കെ നമ്മൾ മെയിൻ മെമ്മറിയിൽ സേവ് ചെയ്യും. അപ്പോൾ സി പി യുവിന് എന്ത് ചെയ്യാം? ഈ ഒരു ആക്സസ് ടൈം ഡാറ്റ ഡയറക്റ്റ്ലി ക്യാഷിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതുകൊണ്ട് മെയിൻ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന ആ ഒരു ടൈം കുറച്ചെടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞത്. ക്യാഷ് മെമ്മറി ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദി ആവറേജ് മെമ്മറി ആക്സസ് ടൈം. ദിസ് ഈസ് ഡൺ ബൈ സ്റ്റോറിംഗ് ദി ഡാറ്റ ദാറ്റ് ഇസ് ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഇൻ ദി മെയിൻ മെമ്മറി അഡ്രസ്സസ്, therefore allowing the CPU to access the data faster. ഡാറ്റ ഫാസ്റ്ററായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ബിക്കോസ് it will be available in the cache memory. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷസ് ആണ്. L1 ക്യാഷ്, L2, L3 ഇതൊക്കെ ക്യാഷിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇനി മെയിൻ മെമ്മറീനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. വോൺ ന്യൂമൻ ആർക്കിടെക്ചറിലൊക്കെ നമ്മൾ മെയിൻ മെമ്മറീനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. ദ മെയിൻ മെമ്മറി യൂണിറ്റ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഡയറക്ട്ലി വിത്തിൻ ദി സി പി യു, ഓക്സിലറി മെമ്മറി ആൻഡ് ക്യാഷ് മെമ്മറി ഈസ് കോൾഡ് ദി മെയിൻ മെമ്മറി. ദി മെമ്മറി യൂണിറ്റ് ഏത് മെമ്മറി യൂണിറ്റ് ആണോ സി പി യു ആയിട്ടും ഓക്സിലറി മെമ്മറി ആയിട്ടും ക്യാഷ് മെമ്മറി ആയിട്ടും ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്? മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ദ മെമ്മറി യൂണിറ്റ് that communicates directly within the CPU, auxiliary memory, cache memory is called main memory. അപ്പോൾ ഈ എല്ലാ മെമ്മറീസും സി പി യു ആയിട്ടും ഒക്കെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ആർക്കായിരിക്കും? മെയിൻ മെമ്മറിക്ക്. ഈച്ച് ലൊക്കേഷൻ മെമ്മറി ഹാസ് എ യുണീക്ക് അഡ്രസ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക് അഡ്രസ് ആണ് ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് എ സെൻട്രൽ സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഇറ്റ് ഈസ് എ ലാർജ് ആൻഡ് ഫാസ്റ്റ് മെമ്മറി യൂസ് ടു സ്റ്റോർ ഡേറ്റ ഡ്യൂറിങ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടർ ഓപ്പറേഷൻ്റെ ടൈമിൽ നമുക്ക് എന്ത് വേണം? ഡാറ്റ എവിടെ വേണ്ടി വരും? മെയിൻ മെമ്മറിയിലുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവൂ. ഓക്കെ, മെയിൻ മെമ്മറിയിൽ വേണം. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം മെയിൻ മെമ്മറിയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഇനി മെയിൻ മെമ്മറി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റാം ആൻഡ് റോം. റോം എന്നിങ്ങനെ വി ക്യാൻ കാറ്റഗറൈസ് മെയിൻ മെമ്മറി ഇൻ ടു. ഇനി ഓക്സിലറി മെമ്മറീനെ എന്തും കൂടെ പറയുന്നുണ്ട്? സെക്കൻഡറി മെമ്മറി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഓക്സിലറി മെമ്മറിയാണ്. എക്സ്റ്റേണൽ നോൺ വോളറ്റൈൽ മെമ്മറി ഈസ് റെഫേർഡ് ടു ആസ് secondary memory or auxiliary memory. Data are stored more permanently on external mass storage devices, of which the most common are hard disk and removable media such as removable magnetic disk, tape and optical storage. അപ്പോൾ ഡാറ്റ നമ്മൾ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? അത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ എക്സ്റ്റേണൽ മെമ്മറീസ് ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. ഓഫ് വിച്ച് ദ മോസ്റ്റ് കോമൺ അങ്ങനെയൊന്നും എഴുതണ്ട. നിങ്ങൾ ഡാറ്റ ആർ സ്റ്റോർഡ് മോർ പെർമനൻ്റ്ലി ഓൺ എക്സ്റ്റേണൽ മാസ് സ്റ്റോറേജ് ഡിവൈസസ്. എന്നിട്ട് എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ഡിസ്ക്, ടേപ്പ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് അങ്ങനെ എഴുതിയാൽ മതി. ഇങ്ങനെ നീട്ടി എഴുതണം എന്നില്ല. Okay, magnetic disks are low speed and high capacity memory. Its capacity is in the range of hundreds of GBs. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ലോ സ്പീഡ് പക്ഷേ ഹൈ കപ്പാസിറ്റി മെമ്മറിയാണ്. ആൻഡ് അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് GB, ഹൺഡ്രഡ്സ് ഓഫ് GBസിലാണ്. നമുക്ക് കാണാം ഡിസ്കിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ എത്ര സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, GBസിലായിരിക്കും അതിൻ്റെ സ്റ്റോറേജ് ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടേപ്പ് ആണ്. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് ലോവസ്റ്റ് സ്പീഡാണ്, ബട്ട് ഇറ്റ് ഹാസ് ദി ഹയസ്റ്റ് കപ്പാസിറ്റി.
ദെൻ അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് TBയിലായിരിക്കും, ടെറാബൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി. ഈ 3 പേരിലും അറിയപ്പെടുന്നുണ്ട്.